അപ്പോൾ ഈ വർഷത്തെ ജെഇമെയിൻ എക്സാമിൻ്റെ അവസാന ദിവസം ഡേ 5 ആണ്. ഷിഫ്റ്റ് 2 കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളാണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. മോൻ്റെ പേരെന്തായിരുന്നു? അനന്ത്. എവിടെ സ്ഥലം? കോഴിക്കോട്. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫിസിക്സും കെമിസ്ട്രി എളുപ്പമായിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു, കുറച്ച് പാടായിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെയായിരുന്നു അല്ലേ? അതുപോലെയായിരുന്നു. ഓക്കെ, കെമിസ്ട്രി എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് NCERT എന്ന് ചോദിക്കുമായിരുന്നോ? ചിലത് NCERT ആയിരുന്നു, പിന്നെ ചിലത് ഒന്നോ രണ്ടോ കുറച്ച് NCERT പുറത്തായിരുന്നു, പുറത്തുനിന്ന് ചോദിച്ചല്ലേ? അതുപോലെ ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് എളുപ്പമായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് മാത്സിനൊക്കെ കൂടുതൽ സമയം എടുത്ത് ചെയ്യേണ്ടി വന്നോ, അതോ സമയക്രമങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ? ടൈം മാനേജ്മെൻറ്റ് കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി ആദ്യം തന്നെ തീർന്നു. പിന്നെ മാത്സ് ഒന്നര മണിക്കൂർ കൊണ്ട് ഫുള്ള് ചെയ്യാൻ പറ്റില്ല, എന്നാൽ കുഴപ്പമില്ല. ഓക്കെ, മോൻ്റെ പേരെന്താ? കൈലാസ്നാഥ്. എവിടെ സ്ഥലം? കൊല്ലം കരുനാഗപ്പള്ളി. എങ്ങനെയുണ്ടായിരുന്നു മോൻ? ഇതുപോലൊക്കെ തന്നെയായിരുന്നോ എക്സാമിൻ്റെ എക്സ്പീരിയൻസ്? ഫിസിക്സും കെമിസ്ട്രിയും വലിയ കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ വന്നായിരുന്നു. പിന്നെ മാത്സ് ടഫ് തന്നെയായിരുന്നു. പ്രാക്ടിക്കൽ ടൈപ്പ് വന്നത് എങ്ങനെയാണ്? ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ലായിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവേ മാത്സ് കുറച്ച് ടഫായിരുന്നു, ലെങ്തി ടൈപ്പ് ആയിരുന്നു. ഈ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നോ? അസേഷൻ റീസൺ ടൈപ്പ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു. കെമിസ്ട്രി അത്യാവശ്യം ഉണ്ടായിരുന്നു. ടൈം മാനേജ്മെൻറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. സമയത്ത് തന്നെ തീർക്കാൻ പറ്റിയല്ലേ? അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നോട്ട് ബാഡ് എന്ന് പറയാം അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 2 വിദ്യാർത്ഥികളുടെ റെസ്പോൺസ് ഓൾറെഡി കണ്ടു. അപ്പോൾ നമുക്കതേ 2 പേരും കൂടി എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവരോടും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിക്കാം. മോൻ്റെ പേരെന്താ? ഫെബിൻ. എവിടെ സ്ഥലം? കോഴിക്കോട്. ഓക്കെ, മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കമ്പാരിറ്റീവ്ലി ഒരു ജെഇമെയിൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. മാത്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇത്തിരി ടഫായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം ടൈമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തിരി ടൈം എടുക്കുന്നേ ഉള്ളൂ, അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്താൽ നമുക്കൊരു 15 to 18 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും മാക്സിമം. ഒരു ആവറേജ് കുട്ടിക്കാണെങ്കിൽ കൂടി തന്നെ ഒരു 15 ക്വസ്റ്റ്യൻ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും പരമാവധി. അത്ര മാക്സിമം. കെമിസ്ട്രിയും ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് സ്വഭാവത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും? ഫിസിക്സ് നോർമലി എങ്ങനെ വരുന്നു അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുല ബേസ്ഡ് ആയിട്ടുണ്ട്, കുറച്ച് കോൺസെപ്റ്റിലുണ്ട്, കുറച്ച് നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കെമിസ്ട്രിയും ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു. കെമിസ്ട്രി കൂടുതലും ഇപ്പം അവസാനം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നു. ഇന്നലത്തെ സെറ്റ് ഞങ്ങൾ അനലൈസ് ചെയ്തപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ അത് ബേസ് ചെയ്തൊരു ലാസ്റ്റ് ടൈം റിവിഷൻ നടത്തിയോണ്ട് അത് ഉപകാരപ്പെട്ടു. പിന്നെ ജെഇമെയിൻ്റെ നമ്മുടെ ഇവിടുത്തെ മോഡൽ എക്സാമിനിട്ട ക്വസ്റ്റ്യൻസ് ഏകദേശം അതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നു. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായി. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ ആ ഒരു എങ്ങനെ ഏത് സ്വഭാവത്തിലുള്ള എക്സാം ആയിരുന്നു നേരത്തെ തന്നെ മനസ്സിലായി കാണും അല്ലേ? അതെ, ഈ ഫസ്റ്റ് ടൈം ജെഇ അറ്റൻഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ ഒരു സംഭവം ഈ വർഷം ഇല്ല. ഈ വർഷം ഇത്രയും എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഫിയർ പോയി, ആ ഒരു കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്തത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, ആ ഒരു കാംനെസ് ഉണ്ടായിരുന്നു ഈ വർഷം. മോൻ്റെ പേരെന്താ? രാഹുൽ. എവിടെ സ്ഥലം? മലപ്പുറം. എങ്ങനെ ഉണ്ടായിരുന്നു മോൻ എക്സാം? എക്സാം ഓവറോൾ കുഴപ്പമില്ല. കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഏകദേശം സിമ്പിളായിട്ട് തന്നെ വന്നത്. പിന്നെ കെമിസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെമിസ്ട്രി കൂടുതൽ NCERT ബേസ്ഡ് ആയിട്ടാണ് കുറച്ചൊക്കെ വന്നത്. സ്റ്റേറ്റ്മെൻറ്റ് കുറേ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ ഫിസിക്സ് കുഴപ്പമില്ല, കുറച്ച് സിമ്പിളുണ്ട്. ഫെബിൻ പറഞ്ഞ പോലെ തന്നെ മോഡറേറ്റ് ഉണ്ട്. അങ്ങനെ ഫിസിക്സും വലിയ കുഴപ്പമില്ലാതായി. പിന്നെ മാത്സ് സിമ്പിളുള്ളുണ്ട്, സിമ്പിളിലൊക്കെ എഴുതി, മോഡറേറ്റുള്ളതും ടഫുള്ളതൊക്കെ കുറച്ച് എഴുതി, അങ്ങനെ കുഴപ്പമില്ല. ടൈം മാനേജ്മെൻറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? ടൈം പക്ഷേ മാത്സിന് അങ്ങനെ സമയം കൊടുക്കാൻ പറ്റില്ല. ഫിസിക്സും കെമിസ്ട്രിയും ഓക്കെ ആയിരുന്നു, മാത്സ് കുറച്ചൊക്കെ എഴുതി. അങ്ങനെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഓവറോൾ ശരി, ഓക്കെ. അപ്പോൾ എനിക്കിപ്പം 2 വിദ്യാർത്ഥി കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന്. മോളുടെ പേരെന്താ? ദേവിക. എവിടെ സ്ഥലം? തിരുവനന്തപുരം. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എക്സാം? നന്നായിട്ട് എഴുതാൻ പറ്റി, അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റി. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എങ്ങനെ, ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത്? ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു, എല്ലാം ഏകദേശം ഡയറക്റ്റ് തന്നെയായിരുന്നു. ഫോർമുല നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന രീതി തന്നെയായിരുന്നു, ഒരുപാട് ട്വിസ്റ്റഡ് അല്ലായിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ചെയ്യാൻ പറ്റി. ഒരു ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നേരത്തെ സംസാരിച്ച കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ലെങ്തി? അങ്ങനെ തന്നെ തോന്നിയോ മോൾക്ക്? കാൽക്കുലേഷൻസ് ഒരുപാടുണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ടൈമൊക്കെ എങ്ങനെയാണ്, നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയോ? പറ്റി. ഓക്കെ ആണല്ലേ. മോളുടെ പേരെന്താ? നന്ദന. ഓക്കെ, എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് പറയാമോ? ഫിസിക്സ് കെമിസ്ട്രി ഓക്കെ ആയിരുന്നു. ബേസിക്കലി നമ്മൾ ബ്രില്യൻറ്റിൽ കണ്ട കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചിലതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പിന്നെ ചിലതൊക്കെ എനിക്ക് ഫിസിക്സ് 1-2 ജസ്റ്റ് ടഫായിരുന്നു. ടഫല്ല, ജസ്റ്റ് ഒന്ന് ചിന്തിക്കണമായിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ഭയങ്കര ടഫൊന്നും അല്ല, എക്സാം ഈസി ആയിരുന്നു. ഇത്തിരി ടഫൊന്നും അല്ലായിരുന്നു അല്ലേ? കെമിസ്ട്രി എങ്ങനെയായിരുന്നു? ഏതൊക്കെ ടോപ്പിക് വൈസ് ഒന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നായിരുന്നു കൂടുതലും ചോദിച്ചതെന്ന്?
തിയറി വൈസ് കുറേ ഉണ്ടായിരുന്നു. ഒത്തിരി പ്രോബ്ലം ഓറിയൻറ്റഡ് പോവാതെ തിയറി നല്ലോണം പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ഒത്തിരി ഉണ്ടായിരുന്നോ? ഒത്തിരി ഇല്ലായിരുന്നു, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു. എല്ലാ ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നല്ലേ? അതെ അതെ, അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നല്ലേ? ഓക്കെ. മാത്സ് മാത്രം കുറച്ച് ലെങ്തി ആയിരുന്നു, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു, എന്നാലും ഓക്കെ ആയിരുന്നല്ലേ? എന്നാലും ഓക്കെ. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി എനിക്കൊപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ JEE മെയിൻ എക്സാം എന്ന്. മോൻ്റെ പേരെന്താ? ജിതിൻ ജോയ് ആർക്കൽ. എവിടെ സ്ഥലം? തൃശ്ശൂർ. എങ്ങനെ ഉണ്ടായിരുന്നു മോൻ്റെ എക്സ്പീരിയൻസ് പറയാമോ? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് സിമ്പിളായിരുന്നു, പക്ഷേ കെമിസ്ട്രി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ വന്നു അതിൽ. മാത്സ് പിന്നെ കുറച്ച് നന്നായി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കുറേ ലെങ്തി കുറച്ച് നേരമൊക്കെ എടുത്തു അത് ചെയ്യാൻ. എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ പറയുകയാണെങ്കിൽ? നമ്മുടെ അവിടെ ക്യാമ്പസിൽ നടത്തുന്ന മോഡൽ എക്സാം പോലെയൊക്കെ തന്നെയായിരുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മോൻ? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും അത്യാവശ്യം കുഴപ്പമില്ല, പഠിച്ചൊക്കെ തന്നെയാണ്. കെമിസ്ട്രിയൊക്കെ എങ്ങനെയാണ്? ഡയറക്റ്റ് NCERT ചോദിക്കുമായിരുന്നു? ഡയറക്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കിട്ടുക ആൻസർ കുറേയൊക്കെ. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണെങ്കിൽ അല്ല. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നോ? ഇല്ല, ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല. സെഷൻ റീസൺ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ്. NCERT സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നല്ലേ? അപ്പം ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് എളുപ്പമായിരുന്നു, പൊതുവെ എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നല്ലേ? ഓക്കെ. അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. മാത്സ് വെച്ച് ആക്കിയാൽ എളുപ്പമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ കൂടെ ഒരു 3 പേര് കൂടെ വന്നിട്ടുണ്ട്. എക്സാം എല്ലാം കഴിഞ്ഞിറങ്ങി അവർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന്. മോൻ്റെ പേരെന്താ? എൻ്റെ പേര് അൻകിത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു മോൻ എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. സെക്ഷൻ A അത്യാവശ്യം കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ട് തോന്നി, സെക്ഷൻ B വെച്ച് നോക്കുമ്പോൾ. പിന്നെ മാത്സ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി, അത്രയൊക്കെ തന്നെ തോന്നി. ഓക്കെ ആയിരുന്നല്ലേ? ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നു മോന്? കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. ഫിസിക്സ് സിമ്പിളായിരുന്നു. കെമിസ്ട്രിയും മോഡറേറ്റ് ലെവൽ. സെക്ഷൻ B രണ്ടിൻ്റെ ഇച്ചിരി ടഫായിരുന്നു. കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ അതോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റുമോ പെട്ടെന്ന് തന്നെ? മിക്കതും ഡയറക്റ്റ് ആയിരുന്നു. സെക്ഷൻ B ഇച്ചിരി ടഫായിരുന്നു. ഇങ്ങനെ മോനും ഇവർ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിരുന്നോ? എനിക്ക് കുറച്ചും കൂടി കെമിസ്ട്രിയാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഫിസിക്സും വലിയ പ്രശ്നമില്ല. മാത്സ് കുറച്ചൊക്കെ എഴുതി, അത്യാവശ്യമൊക്കെ എഴുതി. ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? ടൈമൊക്കെ ഉണ്ടായിരുന്നു. ടൈമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയോ? അത്യാവശ്യത്തിന് വലിയ കുഴപ്പമില്ലാണ്ടെല്ലാം എഴുതിയുണ്ട്. അപ്പോൾ എങ്ങനെ ഓവറോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഈസി പേപ്പർ തന്നെയായിരുന്നു. എങ്ങനെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈസി എന്ന് തന്നെ പറയാൻ പറ്റും? മോഡറേറ്റ്. എൻ്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നത്. ടഫായിട്ടില്ല. ടഫല്ലായിരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.